നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലെ അങ്കമാലി പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിൽ മാമ്പ്രക്കരിയിൽ നടുവത്ത് വീട്ടിൽ ശ്രീ ഉണ്ണി NP. ഇദ്ദേഹം ഒരു വൃക്കരോഗിയാണ്. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് ഉണ്ണി. ഞാൻ മാമ്പ്ര ഇവിടെ ഡയറി കവല ജംഗ്ഷനിൽ താമസിക്കുന്നു. ഞാൻ ഡ്രൈവറായിരുന്നു. നേരത്തെ വലിയ വണ്ടികളൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ കിഡ്നി സംബന്ധമായി അസുഖം വന്ന് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ എന്നാലും ഒരു ഓട്ടോറിക്ഷ എടുത്ത് അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം 10 വർഷങ്ങൾക്ക് മുമ്പ് മോഡേൺ ബ്രെഡ് ഫാക്ടറിയിലെ ഒരു ജോലിക്കാരനായിരുന്നു. അവിടുത്തെ ജോലി മതിയാക്കി സ്വന്തമായി ഒരു ഗുഡ്സ് വാഹനമെടുത്ത് ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയായിരുന്നു. അന്ന് അത്ര ലാഭകരമല്ലാതെ വന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷ എടുത്ത് അത് ഓടിച്ചു വരികയാണ് ഇദ്ദേഹത്തിന് അസുഖം പിടിപെടുന്നത്. എൻ്റെ പേര് ശാന്ത, ഉണ്ണിയുടെ ഭാര്യയാണ്. കഴിഞ്ഞ 2016 എൻ്റെ ചേട്ടന് മൂത്രത്തിൽ പഴുപ്പ് തുടങ്ങി. അങ്ങനെ ആശുപത്രിയിൽ പോയി. അങ്ങനെ നോക്കിയപ്പോൾ മൂത്രത്തിൽ 2 കിഡ്നിയിലും കല്ലായി. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ഓപ്പറേഷൻ മുന്നേ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും 1 മാസം കഴിഞ്ഞപ്പോൾ പിറ്റേ കിഡ്നിയിലെ കല്ലും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ഓപ്പറേഷൻ ആ കൊല്ലത്തിൽ അവിടുന്ന് നടന്നു. അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ വന്ന് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കല്ല് വീണ്ടും വലുതായി ട്യൂബിലേക്ക് ഇറങ്ങി വന്നു. വീണ്ടും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ 3 ഓപ്പറേഷൻ കിഡ്നിയിൽ കല്ലിന് വേണ്ടി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചാൾ വലിയ കുഴപ്പമില്ലാണ്ട് ആൾ ജോലിക്കൊക്കെ പോയി തുടങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും ആൾക്ക് ചുമ വന്നു. മൂക്കന്നൂർ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് അവിടെ കിടന്നു. കുറച്ച് ദിവസം 7 ദിവസം കിടന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നു. അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് ശ്വാസം മുട്ടും ചുമയും തുടങ്ങി. അത് കഴിഞ്ഞ് ദേവമാധവ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കിടന്നപ്പോൾ അവർ പറഞ്ഞു ന്യൂമോണിയയുടെ തുടക്കമുണ്ട്, ലെൻസിൽ വെള്ളം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പറ്റില്ല, നിങ്ങൾ LFE കൊണ്ടുപോകണം പറഞ്ഞു. അങ്ങനെ LFE പോയി. LFE ചെന്നപ്പോൾ ന്യൂമോണിയയുടെ എഴുതി കണ്ടുവരാനുണ്ട്. അവിടെ ഡോക്ടർ പറഞ്ഞു ഇവിടെ പറ്റില്ല, നിങ്ങൾ ലിസിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ലിസിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ടും ഒരു കുറവില്ലാണ്ടായപ്പോൾ ഞങ്ങൾ ആദ്യം കണ്ടിരുന്ന ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ അമലയിലേക്ക് കൊണ്ടുപോരെ, അവിടെ ഒരു കിഡ്നിയുടെ ഓപ്പറേഷനൊക്കെ ചെയ്തതല്ല, അപ്പോൾ അതിന് വേണ്ടി അവിടെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി കിടന്ന് ഒരു 12 ദിവസം അവിടെ കിടന്നു. അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് എത്തി. വീട്ടിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കഴുത്തിൽ ഡയാലിസിസ് നടത്താൻ വേണ്ടി ട്യൂബൊക്കെ മെഷീൻ അവർക്ക് വെച്ചുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ചുമ തുടങ്ങി. ഭയങ്കര ചുമയായി. അങ്ങനെ ആൾ ചുമത്ത് പതുക്കെ ബെഡിലേക്ക് വീണു. അവിടെ നിന്ന് എൻ്റെ ഒപ്പം ഭക്ഷണം ലെൻസിലേക്ക് കയറിപ്പോയി. അങ്ങനെ വീണ്ടും ആംബുലൻസിൽ ഞങ്ങൾ അമലയിലേക്ക് കൊണ്ടുപോയി. അമല ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു അവിടെ കിടന്നു. അപ്പോൾ ഈ ഭക്ഷണം ലെൻസിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇഞ്ചക്ഷത്തിന് 10,000 രൂപയാവും. അങ്ങനെ 7 ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളാകെ വിഷമിച്ച് പൈസ ഒന്നും ഉണ്ടായില്ല ഞങ്ങളുടെ കയ്യിൽ. അങ്ങനെ കിടന്നു. പിന്നെ ഭാഗ്യത്തിന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയും നാട്ടിലെ ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ട് ഇഞ്ചക്ഷൻ എഴുതി. അപ്പോൾ ഇഞ്ചക്ഷൻ ഒരു 10 ചെയ്തപ്പോൾ അത് പഴുപ്പും കുറഞ്ഞു, പനിയും കുറഞ്ഞു. അങ്ങനെ കുറവായി. പിന്നെ വീണ്ടും വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ പോന്നു കുറച്ച് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഓക്സിജൻ കിട്ടാണ്ടായി. ആംബുലൻസിൽ വീണ്ടും ഞങ്ങൾ ആശുപത്രിയിൽ പോയി. അന്ന് പോയിട്ട് ഒരു 19 ദിവസം ഞങ്ങളവിടെ കിടന്നു. അങ്ങനെ ഒരു 3-4 ലക്ഷം രൂപ ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ചിലവായി. അത് കഴിഞ്ഞ് പിന്നെ ഡയാലിസിസ് തുടങ്ങി. രണ്ട് വൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ജീവൻ നിലനിർത്തുവാൻ ഡയാലിസിസ് അല്ലാതെ മറ്റൊരു പോംവഴിയുമില്ലാതായി. അങ്ങനെയാണ് ഇപ്പോൾ 3 ഡയാലിസിസിൽ എത്തി നിൽക്കുന്നത്.
തൊട്ടയിലൊക്കത്തുള്ളതാണ്. ഉണ്ണിച്ചേട്ടന് അസുഖം തുടങ്ങിയിട്ട് 1 കൊല്ലവും 2 മാസമായി. വേറെ വരുമാനമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ പറ്റണ സഹായം ചെയ്ത് ആ ചേട്ടനെ സഹായിക്കണം. ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കുന്നതുവരെ ഡയാലിസിസ് തുടരേണ്ടതുണ്ട്. അതിന് മാസം 25,000 രൂപ വരെ ചിലവ് വരുന്നുണ്ട്. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് ആയി. അപ്പോൾ അത് ഇവിടെ കൊരട്ടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഒന്നും ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായം കൊണ്ടു മാത്രമാണ് ഇത് നടന്നു പോകുന്നത്. പക്ഷേ ഇപ്പോൾ അതിനും കഴിയാത്തൊരവസ്ഥയാണ്. അങ്ങനെയാണ് ഇവർ ശമരിയൻ പ്രോഗ്രാമുമായി ബന്ധപ്പെടുന്നത്. ഡയാലിസിന് പൈസ ഇല്ലാണ്ടായപ്പോൾ നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ ഓരോരുത്തരോടൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും സഹായിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം ആഴ്ചയിൽ ഞങ്ങൾക്ക് 3 ഡയാലിസിസ് ഉണ്ട്. 3 ഡയാലിസിന് ഒരു മാസം ഞങ്ങൾക്ക് 28,000 രൂപ വരും. ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ മക്കളെ, ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്, മക്കളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഓരോരുത്തരുടെ സഹായത്തിനാണ് ഞങ്ങൾ ചെയ്ത് ജീവിച്ചു പോകണം. നല്ല രീതിയിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. വണ്ടി ഓടിക്കലായിരുന്നു ചേട്ടന് ജോലി. ഇപ്പോൾ ഒന്നിനും പോകാൻ പറ്റണില്ല, എനിക്കും പോകാൻ പറ്റണില്ല. ഡയാലിസിസ് കഴിഞ്ഞ് വരുമ്പോൾ ആൾക്ക് പ്രഷർ കുറയും, ഷുഗർ കുറയും, കണ്ണൊക്കെ മറക്കിയാളും. അത് കഴിഞ്ഞ് വന്ന് അത് പറഞ്ഞിട്ട് ഒന്നിനും പോകാൻ പറ്റണില്ല, ജോലിക്കും പോകാൻ പറ്റണില്ല, ഒന്നിനും പറ്റില്ല. അപ്പോൾ ഞങ്ങളെ ആളുകൾ സഹായിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഡയാലിസിസ് കൊണ്ട് നടത്താൻ പറ്റണം. ഇപ്പം ഞങ്ങൾക്ക് സഹായങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി. ആൾക്കാർ തരൽ കാഴ്ച കുറവായതുകൊണ്ട് രോഗിയായതിനു ശേഷം ഓട്ടോ ഓടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ കൂടിയായപ്പോൾ സാമ്പത്തികമായി ഇവർ വളരെ ബുദ്ധിമുട്ടുകയാണ്. എൻ്റെ പേര് ജെസി ജോയ്. ഞാൻ പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിലെ മെമ്പറാണ്. എൻ്റെ വാർഡിൽ ഉണ്ണി, നടുവത്ത് വീട്, മാമ്പ്ര, ആ ചേട്ടന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾ ഓട്ടോറിക്ഷ ഓടിച്ചാണ് കുടുംബത്തെ കൊണ്ട് നടന്നിരുന്നത്. ഇപ്പോൾ പണിക്ക് പോകാനായിട്ട് യാതൊരു വഴിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഈ കുടുംബം കൊണ്ടുപോകുന്നത്. 2 പെൺമക്കളാണ് ഉള്ളത്. അവരുടെ വിവാഹം കഴിഞ്ഞ് അയച്ചു. വേറൊരു വരുമാനം എന്ന് പറയാനായിട്ട് ഈ കുടുംബത്തിന് വേറെ ഒന്നുമില്ല. ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകരിൽ പ്രതീക്ഷയർപ്പിച്ച് ഇവർ കാത്തിരിക്കുകയാണ്. ഞാൻ ഉണ്ണിയുടെ ബന്ധുവാണ്. എൻ്റെ പേര് രവി. ഒന്നിച്ചില വർഷമായിട്ട് ഉണ്ണിക്ക് ആഴ്ചയിൽ 3 ഡയാലിസിസ് വെച്ച് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നിച്ചില വർഷമായി. പിന്നെ സാമ്പത്തികമായിട്ടൊന്നുമില്ല ഉണ്ണിക്ക്. ഇപ്പോൾ ഡയാലിസിസ് മുടങ്ങേണ്ട ഒരു ഘട്ടത്തിലേക്ക് നീങ്ങാണ്. അപ്പോൾ സന്മനസ്സുള്ളവർ ഒന്ന് ദയവ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജീവിതം ഒരുവിധം കരുപിടിപ്പിച്ച് അധ്വാന ജീവിതവുമായി മുന്നോട്ടു പോകുമ്പോൾ സംഭവിക്കുന്ന ഇത്തരം ചില തിരിച്ചടികളിൽപ്പെട്ട് തളർന്നു പോകുന്ന ധാരാളം മനുഷ്യരും കുടുംബങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത്താണിയായി മാറുവാൻ ഗുഡ്നസ് ടിവിയുടെ സുമനസ്സുകളായ പ്രേക്ഷകർക്ക് എന്നും കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള മനസ്സ് അവർക്ക് നൽകുന്നതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ പ്രോഗ്രാം കാണുന്ന ഈ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർ കഴിയുന്ന നല്ല മനസ്സോടുകൂടി കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അറിയിക്കുന്നു. നന്മയുടെ നല്ല നാളുകൾ പുലരുവാൻ, ആ പ്രഭയിൽ ജീവിതം തിരിച്ചു പിടിക്കുവാൻ ഉതകുന്ന വിധത്തിൽ നമ്മുടെ സഹായങ്ങളും പ്രാർത്ഥനകളും കാരണമായി മാറട്ടെ. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്. അവരുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. ഡയാലിസിന് പോകാനും തന്നെ സാമ്പത്തികം ഇല്ലാണ്ടായി. അങ്ങനെ പോകുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇവരെ ഓർക്കണമെന്നും കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ നൽകി ഇവർക്ക് ഒരു ആശ്വാസമാകണമെന്നും ദൈവനാമത്തിൽ ഞങ്ങൾ നിങ്ങളോട്
അഭ്യർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന ഗുഡ്നസ് പ്രേക്ഷകരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ധനസഹായം തരണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ജോഷി എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ജോഷി മേലൂർ പ്രദേശത്തു നിന്നും വന്നയാളാണ്. അദ്ദേഹത്തിന് വായിൽ ക്യാൻസർ രോഗമായിരുന്നു. ആ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ധാരാളം പണം ആവശ്യമായിട്ട് വന്നു. അവർക്ക് അതിനുള്ള നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഗുഡ്നസ് TVയുമായിട്ട് ബന്ധപ്പെടുന്നതിനും അദ്ദേഹത്തെ ഗുഡ്നസ് TVയിലൂടെ പരിചയപ്പെടുത്തുന്നതിനുമായിട്ടിടയായത്. ജോഷി ഡ്രൈ ക്ലീൻ ചെയ്യുന്ന ഒരു തൊഴിലാളിയായിരുന്നു. അവർക്കൊരു കുട്ടിയാണുള്ളത്. ഭാര്യയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ജോലിയൊന്നുമില്ല. അങ്ങനെയുള്ള അവസരത്തിലാണ് ജോഷിയെ ഗുഡ്നസ് TVയിലൂടെ പരിചയപ്പെടുത്തുന്നതിനും ഗുഡ്നസ് TVയുടെ പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നതിനും സാധിച്ചത്. ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ ആ രോഗാവസ്ഥ മനസ്സിലാക്കുകയും സഹായിക്കാനായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് 1,25,000 രൂപ സമാഹരിക്കാനായിട്ട് സാധിച്ചു. ആ തുക ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മീന എൻ്റെ ഇടതുവശത്ത് നിൽപ്പുണ്ട്. അവരെ ഞാൻ ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഗുഡ്നസ് TVയുടെ പേരിൽ ആ തുക ഇപ്പോൾ സഹോദരി മീനയെ ഞാൻ ഏൽപ്പിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിക്കുന്നതിനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ ജോഷി എന്ന സഹോദരനെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അത് നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് കണ്ട് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചതും ഇപ്പോൾ കൊടുക്കുവാനായിട്ട് ഇടയായതും. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങളെല്ലാവരും ഇങ്ങനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ പല അത്യാവശ്യങ്ങളും തന്നെ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാമായിരുന്ന അല്ല അനുഭവിക്കാമായിരുന്ന പല സന്തോഷങ്ങളും ത്യജിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സഹോദരനെ ഇപ്പോൾ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പലരും അവരുടെ വിധവയുടെ കൊച്ചുകാശ് പോലെയുള്ള ചെറിയ സമ്പാദ്യത്തിൽ നിന്നുമൊക്കെയാണ് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വരുന്നത്. ചിലർ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്, അച്ഛാ എനിക്ക് 200 രൂപയെ തരാനുള്ളൂ, അത് തന്നാൽ സ്വീകരിക്കുമോ ഇല്ലയോ എന്നും. അതുപോലെ ആളുകൾക്ക് ആശങ്കയൊക്കെ ഉണ്ട്. അവർ വിചാരിക്കുന്നത് വലിയ തുക തന്നാലേ ഉള്ളൂ സ്വീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് തിരസ്കരിക്കും എന്നൊക്കെ ഒരു ചിന്ത അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, 1 രൂപ തന്നാലും ഞങ്ങളത് സ്വീകരിക്കും, അത് കൊടുക്കുകയും ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, വളരെ പാവപ്പെട്ട ആളുകളും നിർധനരുമായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇങ്ങനെ സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വരികയും അങ്ങനെ വരുന്നതിൻ്റെ ഫലമായിട്ടാണ്, അങ്ങനെ ചെറിയ ചെറിയ തുകകളൊക്കെ സമാഹരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ തുക സമാഹരിക്കുന്നതിനും കൊടുക്കുന്നതിനുമൊക്കെ സാധിക്കുന്നത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മനസ്സുകൊണ്ടും സഹകരണം കൊണ്ടുമാണ്. നിങ്ങളെ എല്ലാവരെയും ഈ അവസരത്തിൽ വളരെ നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. അങ്ങനെ നമുക്കൊരു രോഗമായിരുന്നാലും നമുക്കറിയാമല്ലോ, അത് നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് അവസരം ലഭിച്ചെന്ന് വരികയില്ല. ദൈവം നമുക്ക് നല്ല ആയുസ്സും ആരോഗ്യവും ഒക്കെ ഒരുക്കി നമ്മളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നത്. എല്ലാറ്റിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള നമ്മുടെ സഹോദരങ്ങളെ കാണാനും കേൾക്കാനുമൊക്കെ നമുക്കിടയാകുമ്പോൾ അവരെ സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വരാം. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ്
ചെയ്തു തന്നിരിക്കുന്നത് എന്ന്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എൻ്റെ കുടുംബത്തിന് വേണ്ടി ധനസഹായം ചെയ്തു തന്ന ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും, സഹായിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങൾ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്.